ഹായ്. ഞാൻ വന്നത് കുറച്ച് ദിവസം മുമ്പ് ദിയ ഫാത്തിമേൻ്റെ കാര്യം സംസാരിച്ചിട്ട് ജുനൈദ് ലൈവ് ഇട്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ലൈവാണ് ഇടുന്നത്. അപ്പോൾ മേ ബി പുള്ളിക്ക് അതായിരിക്കും കംഫർട്ട്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ആ ലൈവ് ഞാൻ കണ്ടു. അപ്പോൾ ആ കണ്ടിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ദിയ ഫാത്തിമയുടെ കേസിൻ്റെ കുറേ കാര്യങ്ങൾ, കേസിൻ്റെ കാര്യങ്ങളല്ല, ആ കേസ്, ഈ ആളുകൾ, ഒരുപാട് വ്യക്തികൾ, മെയിനായിട്ട് ഇപ്പോൾ ഞാനും ഈ ആവശ്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. ആളുകളെ ഭാഗത്തു നിന്ന് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ജുനൈദിന് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ കേസുമായി മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ജുനൈദ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് എന്താണ് ആ കാര്യങ്ങൾ, എന്താണ് അപ്ഡേഷൻ ഒന്നും എനിക്കും അറിയില്ല കേട്ടോ. എന്താണ് അതിൻ്റെ ബാക്കിലുള്ള കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദിയ ഫാത്തിമേൻ്റെ കേസിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വന്നത് തന്നെ ആ കാര്യമായിട്ട് സംസാരിക്കാനാണ്. അപ്പോൾ ജുനൈദ് എന്ന വ്യക്തി എല്ലാവർക്കും അറിയാലോ, ദിയ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടത്, ഈ കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട്. അത് ദിയ ഫാത്തിമേൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട്. ഓൾറെഡി ഒരു വീഡിയോയിൽ ദിയ ഫാത്തിമയുടെ ഉമ്മ സംസാരിക്കുന്നുണ്ട്, വാപ്പ സംസാരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും ആ ഫാമിലി കിട്ടുന്നില്ല. അതായത് പോലീസിൻ്റെ ഭാഗത്ത് ഒട്ടുമില്ല, നാട്ടുകാരുടെ ഭാഗത്തു നിന്നില്ല, കുടുംബക്കാരുടെ ഭാഗത്തു നിന്നില്ല, മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നുമില്ല. അപ്പം ഈ ദൂരെ നിൽക്കുന്ന, അത് ജുനൈദ് മലപ്പുറം കോഴിക്കോട് എന്തോ ആണ് സ്ഥലം, അതുമാത്രമല്ല ഇപ്പോൾ ആൾ നാട്ടിലും ഇല്ല, ഗൾഫിലാണ്. അങ്ങനെ ദൂരെ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് അവർക്ക് സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജുനൈദ് ആദ്യം ഇട്ടിരുന്ന കുറേ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഓപ്പണായിട്ട്. അപ്പോൾ പിന്നെ കുറേ പ്രശ്നങ്ങൾ കാരണം വീഡിയോസൊന്നും ചെയ്യുന്നില്ല. ചിലപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് കേസിനെ ബാധിച്ചേക്കാം എന്നതുകൊണ്ടായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് അതായത് കുട്ടിനെ കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞ് പോയേക്കാം എന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പുള്ളി ഈ വീഡിയോസിൽ സംസാരിക്കുന്നില്ല, വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ലൈവ് മാത്രമാണ് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ഡേഷൻസ് അറിയില്ല എന്താണെന്നുള്ളത്, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല എന്താണെന്നുള്ളത്. ഓക്കെ, കാരണം കുട്ടിയെ കിട്ടുക എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്ഡേഷൻസോ കാര്യങ്ങളൊന്നും അറിയണം എന്നുള്ള യാതൊരു നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എന്നാലും നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ അറിയുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം ഇത് കേസ് തണുത്ത് പോകാതിരിക്കാൻ. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ്, എന്തെങ്കിലുമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പറയണമെന്നല്ല, എന്തെങ്കിലും ഒരു പുരോഗമനം ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. മാത്രമല്ല ഈ കാര്യം ഒന്നും തണുക്കാതെ എപ്പോഴും ഒരു ഇതിൽ നിൽക്കും, ചൂടായിട്ട് തന്നെ നിൽക്കും. ആ വാർത്ത ചൂടിൽ തന്നെ നിൽക്കും. അങ്ങനെ ഈ വാർത്ത തണുത്ത് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അന്നും ഇന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് കേസിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് സംസാരിക്കേണ്ട, ബട്ട് എന്തെങ്കിലും പുരോഗമനം ഉണ്ടെങ്കിൽ അത് അറിയിക്കുക, ആ കാര്യം മാത്രം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മെയിൻ കാര്യത്തിലോട്ട് കിടക്കാം. അതായത് ആളുകൾ എന്തർത്ഥത്തിലാണ് ഈ വ്യക്തിയെ ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ദിയ ഫാത്തിമേൻ്റെ കേസ് ഇറക്കിയതെന്ന് പറയുന്നു. ആൾക്ക് വേറെ എന്തൊക്കെയോ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ ദിയ ഫാത്തിമേൻ്റെ വാപ്പ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ആ വീഡിയോ ആദ്യം കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി ആദ്യം സംസാരിക്കാം. ഓക്കെ, ഒന്നേ പറയാനുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർക്ക് ഒന്നേ പറയാനുള്ളൂ. വെച്ചാൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മളെ അറിയാണ്ട്, അതായത് നമ്മളോട് ചോദിക്കാണ്ട് നമ്മളോട് പറയാണ്ട് കമ്പനിയിൽ ആവശ്യമില്ലാത്ത പോസ്റ്റ് നമ്മളോട് സഹകരിക്കുന്നവരെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർക്കെതിരെ എന്തായാലും നിയമപരമായിട്ട് ഞാൻ പോകും. കാരണം വെച്ചാൽ നമ്മളെ കുട്ടിൻ്റെ കേസിട്ട് നമ്മളിതൊക്കെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, എല്ലാ കാര്യം അറിയുന്നുണ്ട്. അപ്പോൾ ജുനൈദ് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എന്താ പറയേണ്ടത്, ആ ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഉപദ്രവം ചെയ്തില്ല. ഓനെ റീച്ച് കൂട്ടാനോ അല്ലെങ്കിൽ ഓന് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് വരാൻ എന്തായാലും ഉദ്ദേശിച്ച് നിൽക്കില്ല. പിന്നെ കുട്ടിൻ്റെ കേസിട്ട് ലോകം മുഴുവൻ 10 കൊല്ലമായിട്ട് നമ്മൾ ഒരുപാട് വിളിച്ചു പറഞ്ഞപ്പോൾ ആരും കേൾക്കാനോ അല്ലെങ്കിൽ കേട്ടത് ഇന്നവരെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ ആരും നിന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ശക്തിക്കാണ് ജുനൈദ്. അപ്പോൾ ഓൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്, നമ്മോട് പറഞ്ഞിട്ട് നമ്മൾ അനുവാദത്തോട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കുറേ ആൾക്കാർ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ പബ്ലിക്കിലേക്ക് അതെന്നും പറഞ്ഞിട്ട് നമ്മളെ കുട്ടിൻ്റെ കേസിട്ട് നല്ല രീതിക്ക് പോകുന്നത് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഒറ്റക്കാരെ പറയാനുള്ളൂ. നമ്മളെ കുട്ടിൻ്റെ പേരും പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ഇത് എനിക്ക് വരുന്നവരോട് നിയമപരമായിട്ട് തന്നെ പോകും. ആരായാലും അവർ കേസ് നിയമപരമായിട്ട് നമ്മൾ നിയമം ഉറപ്പാണ്. നമുക്കാരും കേൾക്കുമ്പോൾ നമുക്ക് നല്ലോണം വിഷമമുണ്ട്. പിന്നെ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ ഇവർക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അവരെ ഈ പറയുന്ന ആൾക്കാർ നന്നാക്കാൻ വേണ്ടി അതൊന്നും പറയുമ്പോൾ
ആദ്യം പറയുമ്പോൾ പൊതുവെ എനിക്ക് പറയാനുള്ള വെച്ചിരിക്കേ ഉള്ളൂ. അതായത് എന്റെ കുട്ടിയുടെ കേസൊക്കെ പറഞ്ഞിട്ട് ആരും എന്താ പറയണ്ടേ വലിയ ആളായിട്ട് ഇതാക്കി നിൽക്കണ്ട. കാരണം അവരൊക്കെ ഇത്ര നാൾ ഇവിടെ ഉണ്ടായിരുന്നു. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ദിയ ഫാത്തിമേൻ്റെ ഉപ്പ പറയുന്ന കാര്യം ഞങ്ങളെ സഹായിച്ച വ്യക്തിയാണ് ജുനൈദ് എന്നാണ് പറയുന്നത്, നമുക്കറിയാലോ. അപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് പല ആൾക്കാർ അത് പറയുന്നു ഇത് പറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർ ഈ പല ആൾക്കാരും വളരെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടെന്നും വീഡിയോ ചെയ്യുന്നുണ്ടെന്നും പല യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ദിയ ഫാത്തിമയുടെ ഉപ്പ പറയുന്നത്. അപ്പോൾ അവർക്കെതിരെ കേസ് കൊടുക്കും, അതുപോലെ തന്നെ ഇനി അങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ജുനൈദ് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങൾ, ഇതൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് ഒരാളെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്താണെന്ന് ഞങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരാളെ നമ്മൾ വെറുപ്പിച്ച് കഴിഞ്ഞാൽ അയാൾ മൊത്തത്തിൽ വെറുപ്പ്, അയാൾക്ക് അത് ആ കാര്യത്തിനോട് ചെയ്യാനേ താല്പര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ എങ്ങാനും സംഭവിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സംഭവിച്ചാൽ ഉറപ്പ് പറയാണ് ആ ദിയ ഫാത്തിമേൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പുള്ളി പിന്നെ ഇറങ്ങി പുറപ്പെടില്ല. പുള്ളി അതവിടെ സ്റ്റോപ്പ് ചെയ്യും. ഈ ജുനൈദ് സ്റ്റോപ്പ് ചെയ്യുന്നത് ഉറപ്പാണ് ആ കാര്യം. അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ കേസ് അന്വേഷിക്കാൻ ആർക്കും തയ്യാറുണ്ടാവില്ല, ആരും അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടില്ല. ഓക്കെ, അതവിടെ കിടക്കും, ഒരു കാര്യം നടക്കില്ല. അപ്പം അതുകൊണ്ട് ഒരാളെ വെറുപ്പിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരാൾക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങ് ആയിപ്പോയി കഴിഞ്ഞാൽ അയാളതങ്ങ് ഒഴിവാക്കും. അത് ഉറപ്പാണത്. ആ കാര്യം തലി വെച്ച് നടക്കൂല കാര്യം. അതൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ചെയ്തൊക്കെ വെറുതെ കാര്യം. മാത്രമല്ല ആ കാര്യം അങ്ങ് നടക്കൂല. ആ കുട്ടീനെ തിരിച്ചു കിട്ടാനും പോണില്ല. ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വലിയ മെച്ചമൊന്നുമില്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ. അത് ആദ്യം ഒന്ന് ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കുക. ജുനൈദ് എന്തെങ്കിലും ഉദ്ദേശം എന്തായിക്കോട്ടെ, ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ജുനൈദിൻ്റെ ഉദ്ദേശം എന്തെങ്കിലും ആയിക്കോട്ടെ, യൂട്യൂബ് വെച്ചിട്ട് പൈസ ഉണ്ടാക്കാതിരിക്കുകയെ ഇനി വേറെ രീതിക്ക് പൈസ ഉണ്ടാക്കുകയെ, അതൊക്കെ അയാളെ പേഴ്സണൽ കാര്യമില്ല. നമ്മളെന്തിനാ ചൊറിയാൻ പോകുന്നത്? നമുക്കറിയേണ്ട ഒരു കാര്യം ദിയ ഫാത്തിമേൻ്റെ കാര്യം മാത്രം. ആ കുട്ടീനെ തിരിച്ച് കിട്ടണം എന്നുള്ള കാര്യം. ഇത് ചെയ്യുന്നത് ഈ വ്യക്തി മാത്രമേ ഉള്ളൂ, അതാണ് സത്യം. വേറെ ആരും ചെയ്യുന്നൊന്നുമില്ല. ഈ ജുനൈദ് മാത്രമേ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടുള്ളൂ, വേറെ ആരും ചെയ്യുന്നില്ല. അപ്പോൾ അയാളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വെറുപ്പിക്കണ്ട. അയാൾ എന്തെങ്കിലും ഉദ്ദേശം ആയിക്കോട്ടെ, ആ ഉദ്ദേശമൊക്കെ വിടുക. പിന്നെ നമ്മുടെ നാട്ടിൽ ഇവിടെ ആൾക്കാർ എന്തെല്ലാം പരിപാടി ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നല്ല ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളും ചൊറിയാൻ പോകേണ്ട ആൾക്കാർ. കാര്യം വളരെ സിമ്പിളായിട്ട് പറയാം. അതായത് വെറുതെ ആളങ്ങനെ ചൊറിയാൻ പോകേണ്ട ആവശ്യമില്ല, ആരെയും ചൊറിയേണ്ട ആവശ്യമില്ല. എന്തിനാ എൻ്റെ ആവശ്യം? ഇത്രയും പെട്ടെന്ന് കുട്ടീനെ കിട്ടുക എന്നൊരു സംഭവമാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക വീണ്ടും. എങ്ങനെ പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് വീണ്ടും ഇങ്ങനെ ചൊറിയുമ്പോൾ ആർക്കാരും വെറുത്തും മടുത്തു പോകും ഈ സംഭവം. മാക്സിമം ആൾക്കാരത് മനസ്സിലാക്കുക ഈ കാര്യം. ആരെയും ചൊറിയരുത്. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ആ കുട്ടീനെ എങ്ങനെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കും. ജുനൈദിൻ്റെ കാര്യങ്ങൾ നോക്കണ്ട, അയാൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അത് പേഴ്സണൽ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കുട്ടീനെ കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആളെ ചൊറിയാൻ പോകണ്ട, അതിൻ്റെ ഇതാക്കി പോകണ്ട, സപ്പോർട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല എനിക്ക്. കാരണം കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളും ഇല്ലാത്തത് കാരണം, ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു അപ്ഡേഷനും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയണത്. നമ്മൾ കൂടുതൽ മാന്താൻ പോകണ്ട, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ കൂടുതലായിട്ട് ഈ വാർത്ത ചൂടോടുകൂടി ഇത് നിർത്തണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തണുക്കാൻ പാടില്ല. ദിയ ഫാത്തിമ ഒരിക്കലും തണുത്ത് പോകുന്ന ഒരു കേസല്ല. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ബൈ.